പിന്നെ അതിൽ അറിയാലോ, നമ്മളൊരു കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് 10-15 ലക്ഷം രൂപ, 15 ഒരു 15 മുതൽ 25 ലക്ഷം രൂപ വരെയാണ് ശരിക്കും ഒരു 1 ഇയർ, 1 ഇയർ 1.5 2 ഇയർ പഠിക്കുന്ന ഒരു കോഴ്സിന് വേണ്ടി നമ്മൾ UK മുതൽ അങ്ങോട്ട് അയർലൻഡ് മുതലൊക്കെ ചാർജ് ചെയ്യുന്ന, ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ചാർജ് ചെയ്യുന്ന ഒരു ഫീസ് എന്നാണ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് ഗവൺമെന്റ് ശരിക്കും ഫണ്ട് ചെയ്യണം, സ്റ്റേറ്റ് ഫണ്ടഡ്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജർമ്മനിലെ സ്റ്റേറ്റ് ഫണ്ട് ചെയ്യണം. പക്ഷെ അവർ ചെറിയൊരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഫീസ് സെമസ്റ്ററിൽ ചാർജ് ചെയ്യുന്നുണ്ടോ. കാരണം അത് ശരിക്കും ഒരു ഇന്ത്യൻ മണി ഒരു 30,000 50,000 പല യൂണിവേഴ്സിറ്റി പല രീതിയിലാണ്. എന്നാലും ഒരു ആവറേജ് 200-300 euro ഒക്കെ ചാർജ് ചെയ്യുന്നത് ചെറിയ വളരെ ചെറിയ. പക്ഷെ അതൊരിക്കലും കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ എമൗണ്ട് അല്ല. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതാണ്, ജർമ്മനി എന്തുകൊണ്ടും അടിപൊളിയാണ് കിട്ടിക്കഴിഞ്ഞാൽ. കാരണം ഇതുകൂടി ഒരു അക്കാദമിക് ഓറിയന്റഡ് ആയിട്ട് റിസർച്ച് മെന്റാലിറ്റി ഒക്കെ ഉള്ളത്, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഒരു നല്ല അതായിട്ട് ബന്ധപ്പെട്ട ജോലിയൊക്കെ കണ്ടെത്താൻ ഒക്കെ താല്പര്യമുള്ള, ക്ഷമയോടെ കൂടി പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് പബ്ലിക് യൂണിവേഴ്സിറ്റി.